പ്രവാചകൻ വഫാത്തായത് മുതൽ മുസ്ലിം ഉമ്മത്തിനെ ഭിന്നിപ്പിക്കാൻ പിശാചി കരുവാക്കിക്കൊണ്ടിരിക്കുന്നത് ജനസ്വാധീനമുള്ള വ്യക്തികളെയാണ്. യഥാർത്ഥ ഇസ്ലാമിക ആശയങ്ങളെ സംരക്ഷിക്കുക എന്ന മഹത്തായ മുദ്രാവാക്യവുമായിട്ടാണ് കാലാകാലങ്ങളിലായി ഇത്തരം വ്യക്തികൾ രംഗപ്രവേശം ചെയ്തിട്ടുള്ളത്. അവരിൽ ആദ്യത്തെ വ്യക്തിയാണ് അബ്ദുല്ലാഹി ഇബ്നു സബഅ. അദ്ദേഹത്തിൻ്റെ തുരുപ്പുശീട്ട് പ്രവാചക സ്നേഹമായിരുന്നു. അവർ പക്ഷേ ഈ യാഥാർത്ഥ്യം അറിയുകയില്ല എന്നതാണ് വസ്തുത. കാക്കയുടെ കൂട്ടിൽ മുട്ടയിട്ട് അവയെ കാക്കയുടെ ചെലവിൽ വിരിയിക്കുന്ന കുയിലിൻ്റെ തന്ത്രമാണ് പിശാച് ഉപയോഗിക്കുന്നത്. അഥവാ തൻ്റെ ദൗത്യം ജനങ്ങളിൽ സ്വാധീനമുള്ള വ്യക്തികളിലൂടെ നിറവേറ്റുക. കേരളത്തിൽ ഒരുമിച്ച് നീങ്ങിയിരുന്ന മുസ്ലിം സമൂഹത്തെ നിരവധി വിഭാഗങ്ങളാക്കി തമ്മിലടിപ്പിക്കാൻ പിശാച് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതും ഈ തന്ത്രമാണ്. അത് പൂർവോപരി വിജയിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കേരളത്തിലെ മുസ്ലിംകൾക്കിടയിൽ ആദ്യമുണ്ടായ പിളർപ്പ് ശിർക്കും തൗഹീദും പറഞ്ഞുകൊണ്ടായിരുന്നു. പിന്നീട് പല കാലങ്ങളിലായി പല കാരണങ്ങളുണ്ടാക്കി പിളർപ്പ് തുടർന്നു വരുന്നു. സ്പീക്കറിൽ ഖുത്ബ നിർവഹിക്കൽ, ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കൽ, ജിന്നിനോട് സഹായം തേടൽ, ത്വരീഖത്തുകൾ സ്വീകരിക്കൽ, സിഹർ ബാധിക്കൽ, ഖബർ അഹാദ് സ്വീകരിക്കൽ തുടങ്ങി വിവിധ കാരണങ്ങൾ പറഞ്ഞ് പിളർപ്പുകളുടെ പരമ്പര തന്നെ ഉണ്ടായി. ഈ പ്രവണത ഇന്നും സമയബന്ധിതമായി തുടരുന്നു. ഈമാൻ ഹൃദയങ്ങളിൽ വേണ്ട വിധം പതിഞ്ഞിട്ടില്ലാത്തവരും ഉപകാരപ്രദമായ അറിവില്ലാത്തവരും ഇത്തരം ഘട്ടങ്ങളിൽ പക്ഷം ചേർന്ന് സഞ്ചരിക്കാൻ നിർബന്ധിതരാകുന്നു. ഒരു ന്യൂനപക്ഷം മാത്രം സൂക്ഷ്മത പാലിച്ച് പ്രവാചക മാർഗത്തിലൂടെ മുന്നോട്ടു പോകുന്നു. അറിവും വിവേകവുമാണ് അവരെ നിയന്ത്രിക്കുന്നത്. അവർ മറ്റുള്ളവരെ കുറ്റം പറയുന്നതിലല്ല, സ്വന്തം കുറ്റങ്ങൾ കണ്ടെത്തി അവ നീക്കം ചെയ്യുന്നതിലാണ് ശ്രദ്ധിക്കുക. പക്ഷേ അവർക്ക് മാത്രമായി ഒരു സംഘടനയില്ല, ഇനി ഉണ്ടാകുകയുമില്ല അന്ത്യദിനം വരെ. അവർ യഥാർത്ഥ മുസ്ലിംകളായി അഥവാ യഥാർത്ഥ സുന്നികളായി ജീവിച്ചുകൊണ്ടിരിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേതാവാക്കിയും അള്ളാഹുവിനെ മാത്രം ആരാധ്യനാക്കിയും വിശ്വാസികൾ വിവിധ പാർട്ടികളാകുമ്പോൾ ഒന്നിനോടും ചേരാതെ മാറി നിൽക്കണം എന്ന പ്രവാചക സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടും